Hi friends, welcome back to my channel Lizamma's Food and Tips. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് ആണ്, പൈനാപ്പിളിന്റെ ഡെസേർട്ട്. പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പൈനാപ്പിൾ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കി ഒന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ പീസ് ആക്കി എടുക്കാം. പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് കോൺഫ്ലോറും 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറും 1/4 കപ്പ്, അതായത് 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൈനാപ്പിളിന് മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുപാലാണ്, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ട കെട്ടാതെ ഇളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ചെറിയ ചൂടുപാൽ വേണം ഒഴിക്കാൻ. ഇപ്പം പെട്ടെന്നങ്ങ് പൊടികളെല്ലാം ഒന്ന് മിക്സായി കിട്ടും. ഇപ്പം നമ്മൾ നല്ലതായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളൊരു പാൻ സ്റ്റൗവിൽ ചൂടാക്കാനായിട്ട് വെച്ചായിരുന്നു. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. പക്ഷേ പൈനാപ്പിളിൻ്റെ വെള്ളം ഇറങ്ങിയെന്ന് പറഞ്ഞാലും നമുക്കൊരു 1/4 കപ്പ് വെള്ളം, 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാമേ. 2 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ കുക്കാകാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം പറ്റി പഞ്ചസാര പാനിയെല്ലാം ആ പൈനാപ്പിളിൽ അങ്ങ് പിടിച്ച് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതും അങ്ങ് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരണം, നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് പാലിന് ഇപ്പം 2 സ്പൂൺ മതിയാവും, കാരണം മറ്റേതിനകത്ത് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഒരല്പം പഞ്ചസാര ചേർത്താൽ മതി. നിങ്ങൾക്കിപ്പം വേണ്ട ആ മധുരം തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ അകത്ത് പഞ്ചസാര ചേർക്കണ്ട. പക്ഷേ പഞ്ചസാര ചേർത്ത് പൈനാപ്പിൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് മധുരം ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമുള്ള മധുരം ചേർക്കാം. ഒരുപാട് മധുരമായാലും നമുക്ക് അത് കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെടിപ്പ് പോലൊക്കെ വരും. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം ചേർത്താൽ മതി. നമ്മൾ പാലൊക്കെ എത്രയും എടുക്കുന്നു, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ അളവൊക്കെ അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. നമ്മൾ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്താലും അതിൻ്റെ മാതളം എന്ന് പറയുന്നത് കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ മുള്ളൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചേ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറും ആ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കാരണം അത് നമ്മൾ നേരത്തെ അത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതല്ല, അത് ചിലപ്പം അടിക്ക് ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കങ്ങ് ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കസ്റ്റേർഡ് മിക്സ് അത് ഇപ്പം തന്നെ അടിക്കൊന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിങ്ങനെ ഇളകി വരുവേ. ഇപ്പം നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഒഴിക്കരുത്,
കുറച്ചായിട്ട് വേണം ഒഴിക്കാനേ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഒന്ന് കുറുകാൻ തുടങ്ങും. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പം നമുക്ക് ഈ സമയത്ത് മധുരമൊക്കെ നോക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഞാനിപ്പോൾ അധികം ചേർക്കുന്നില്ല, കാരണം ഞാൻ അതിനകത്തൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് അത്രയും അങ്ങോട്ട് മധുരം ചേർക്കുന്നില്ല. ഇത് നമുക്ക് അത്രയും ആവശ്യമുള്ള അത്രയും മധുരം തന്നെ ഉണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒരുപാടങ്ങ് കട്ടിയാവണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുകി നമുക്ക് കിട്ടും. നമ്മുടെ മിക്സ് ഇപ്പം എന്താ കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒരല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്പ് മതി. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൈനാപ്പിൾ എസൻസ് ചേർത്തത്. നമുക്ക് എസൻസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കസ്റ്റേർഡ് മിക്സും പൈനാപ്പിളും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിത് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യത്തിന് നല്ലതായിട്ട് മധുരവും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് കടിക്കാനായിട്ട് ആ പൈനാപ്പിളും ഒക്കെ കിട്ടും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചത് നമ്മൾ പൈനാപ്പിള് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ ലായനിയൊക്കെ ഉണ്ടല്ലോ, അത് ആ പാത്രത്തിലൊക്കെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചത്. അപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അവസാനമായിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കാഷ്യൂ ബദാമോ എന്ന് വേണേലും ഇടാം. കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇതിപ്പം ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ട് ചേർക്കുവാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇതും കൂടെ ഒന്ന് കടിക്കാൻ കിട്ടും. ഇപ്പം കാഷ്യൂവിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ബദാമോ പിസ്തയൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കളർ കിട്ടും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1-2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. തണുപ്പോട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ പൈനാപ്പിൾ ഡെസേർട്ട് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി നമുക്കിത് നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുപ്പോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.